ഒരു ഒട്ടകത്തിന്റെ കുഞ്ഞ് അതിന്റെ തള്ളയോട് ചോദിച്ചു, നമ്മൾ ഈ ഒട്ടകങ്ങൾക്ക് എന്തിനാണ് മറ്റു ജീവികൾക്ക് ഇല്ലാത്തതുപോലെ മുതുകിൽ വലിയൊരു പൂഞ്ഞ എന്ന്. അപ്പോൾ ആ തള്ള ഒട്ടകം അതിന് ഉത്തരം കൊടുത്തു, മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ ദീർഘകാലം യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന്. ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയുന്നു, ആ ഒരു തെറ്റിദ്ധാരണയല്ല ഞാനിവിടെ പറയുന്നത്, അതിൽ വെള്ളമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ചില പഠനങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൽ കൊഴുപ്പാണ്. അതെല്ലാമാണ്, കൊഴുപ്പുമുണ്ട്, വെള്ളവുമുണ്ട്, എല്ലാം. പക്ഷേ അത് നിർജ്ജലീകരണത്തിന് സഹായിക്കുന്ന ഒരു അവയവമാണെന്നുള്ളതാണ് ആധുനിക പഠനങ്ങൾ പറയുന്നത്. അതിലേക്ക് ഞാൻ ആഴത്തിൽ കടക്കുന്നില്ല. ഏതായാലും ഒട്ടകത്തിന്റെ തള്ള ആ ഉത്തരം കൊടുത്തു, നമുക്ക് നിർജ്ജലീകരണം, നമുക്ക് ജലാംശം കുറവ് വരാതിരിക്കാൻ വേണ്ടിയും നമ്മുടെ ബോഡിയിലെ വെള്ളം സൂക്ഷിക്കുന്നതിന് വേണ്ടിയുമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അവയവമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒട്ടകത്തിന്റെ കുഞ്ഞ് രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, അങ്ങനെയെങ്കിൽ നമുക്ക് എന്തിനാണ് സാധാരണ മൃഗങ്ങളുടേതുപോലെ അല്ലാതെ ഇത്രയും ബലവത്തായ നീളമുള്ള കാലുകൾ എന്ന് ചോദിച്ചു. അപ്പോഴും ആ തള്ള ഒട്ടകം പറഞ്ഞു, അതും നമുക്ക് മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ മണലിലൊക്കെ നടക്കാൻ വേണ്ടിയുള്ള, മരുഭൂമിയിലെ കട്ടിയുള്ള കനത്ത മണലിൽ നടക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ആ ഒട്ടകക്കുഞ്ഞ് അടുത്ത ചോദ്യം ചോദിച്ചു, അങ്ങനെയെങ്കിൽ നമുക്ക് എന്തിനാണ് ഈ കനത്ത കൺപോളകളും കൺപീലികളും എന്ന്. അപ്പോഴും ആ ഒട്ടകത്തള്ള പറഞ്ഞു, നമുക്ക് മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ മരുഭൂമിയിലെ കാറ്റിൽ നിന്ന്, ആ കാറ്റിൽ ഉണ്ടാകുന്ന പൊടിയിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ ഒരു അത്രയും തടിച്ച കൺപോളകളും കൺപീലികളും എന്ന് പറഞ്ഞു. അപ്പോൾ ഒട്ടകക്കുഞ്ഞ് ചോദിച്ചു, അപ്പോൾ ഇതെല്ലാം ഈ മരുഭൂമിയിൽ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള കരുതലുകളാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ തള്ള ഒട്ടകം പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒട്ടക കുഞ്ഞ് ചോദിക്കുകയാണ്, ഈ കാഴ്ച ബംഗ്ലാവിലുള്ള ഈ മൃഗശാലയിൽ ജീവിക്കുന്ന നമുക്ക് എന്തിനാണമ്മേ ഈ സംരക്ഷണം, ഈ അവയവങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ശേഷികളൊക്കെ എന്നതുപോലെയാണ് ഇന്ന് 90% പരാജിതരാകാൻ വിധിക്കപ്പെട്ട മനുഷ്യരുടെ ശേഷികളും. നോക്കൂ, 10% ആളുകളെ ലോകത്തെ ഏത് മേഖലകളിലും വിജയിക്കുന്നുള്ളൂ, 90% ആളുകളും പരാജയപ്പെട്ടു പോകുന്നു. ഈ ഒരു പോയിന്റിലാണ് നിങ്ങൾ അകക്കണ്ണ് തുറന്ന് ചിന്തിക്കേണ്ടത്. അതായത് നിങ്ങൾ ഏത് കർമ്മരംഗത്ത് വ്യാപരിക്കുന്നവരാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ആ 90% ആളുകളെ പോലെ സ്വന്തം ശേഷികൾ, ആ സ്വന്തം മനസ്സാകുന്ന, സ്വന്തം മനസ്സിന്റെ ആ ഒരു മൃഗശാലയ്ക്കുള്ളിൽ, ആ ഒരു കാഴ്ച ബംഗ്ലാവിൽ അടച്ചു പൂട്ടി വെച്ചാൽ പോരാ, നിങ്ങൾക്ക് ഉള്ള ശേഷികൾ ഉപയോഗിക്കണം. ഉള്ള ശേഷികൾ ഉപയോഗിച്ചാൽ മതി. ഉള്ള ശേഷികൾ കാഴ്ച ബംഗ്ലാവിൽ എന്ന പോലെ, മൃഗശാലയിൽ എന്ന പോലെ വെറുതെ അടച്ചുപൂട്ടി വെക്കാതെ അതൊന്ന് പുറത്തെടുത്ത് തേച്ച് മിനുക്കിയെടുത്തൊന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പോഴും ചിലർ പറയും, എനിക്ക് ആ പരിമിതിയുണ്ട്, ഈ പരിമിതിയുണ്ട്, പരിമിതികളുണ്ട് എന്ന് പറയും. അത് വെറും എക്സ്ക്യൂസ് ആണ്. നിങ്ങൾ എത്ര വലിയ പരിമിതി ഉള്ള ആളായിക്കോട്ടെ, അത് ന്യായീകരണമേ അല്ല. അത് അടുത്ത പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകും, അത് വെറും എക്സ്ക്യൂസ് തന്നെയാണ്. എത്ര പരിതാപകരമാണെന്ന് സ്വയം പരിതപിച്ച് ഒരു സഹതാപം ഏറ്റുവാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും അതൊക്കെ വെറും എക്സ്ക്യൂസുകൾ മാത്രമാണ്. അന്ധയും മൂകയും ബധിരയുമായിരുന്ന, കണ്ണ് കാണാത്ത, കാത് കേൾക്കാത്ത, സംസാരശേഷിയില്ലാത്ത ഹെലൻ കെല്ലർ വക്കീലായി പ്രാക്ടീസ് ചെയ്യുകയും മറ്റു നിരവധി മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും നിരവധി ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്ത് ലോകപ്രശസ്തയാകാമെങ്കിൽ, ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും നേടാൻ കഴിഞ്ഞുവെങ്കിൽ, 2 കാലുകളും പോളിയോ ബാധിച്ച് തളർന്നുപോയ വിൽമ റുഡോൾഫിന് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡലുകൾ നേടാൻ കഴിഞ്ഞുവെങ്കിൽ, പാരാലിമ്പിക്സിലല്ല, അത്തരം പോരായ്മകൾ ഉള്ളവർക്കുള്ള ഒളിമ്പിക്സിലല്ല, സാധാരണക്കാരുടെ സാധാരണ ഒളിമ്പിക്സിൽ സാധാരണ ഓട്ടക്കാർക്കൊപ്പം ഓടി ഗോൾഡ് മെഡലുകൾ നേടാൻ കഴിഞ്ഞുവെങ്കിൽ, ജന്മനാ തന്നെ 2 കാലുകളും 2 കൈകളും ഇല്ലാതെ ജനിച്ച നിക്ക് വൂയിച്ചിച്ചിന് നീന്താൻ കഴിയുമെങ്കിൽ, ലോക പ്രശസ്ത പബ്ലിക് സ്പീക്കറാകാൻ കഴിയുമെങ്കിൽ, കണ്ണുകൾ കൊണ്ട് മാത്രം ആശയവിനിമയം നടത്താൻ കഴിയുമായിരുന്നു, നാവിന് സംസാരശേഷി ഇല്ലാതെ കൈകാലുകളും തളർന്നുപോയി, ശരീരമാസകലം തളർന്ന് ഒരു വീൽ ചെയറിൽ ചാരിക്കിടക്കാൻ മാത്രം കഴിയുമായിരുന്നു, ദേഹമാസകലം തളർന്നുപോയി കണ്ണുകൾ കൊണ്ട് മാത്രം ആശയവിനിമയം നടത്താൻ കഴിയുമായിരുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിന് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ഇടം പിടിക്കാൻ കഴിയുമെങ്കിൽ, നമ്മുടെ നാട്ടിലുമുണ്ട് നിരവധി ഉദാഹരണങ്ങൾ, ഷിഹാബുദ്ദീൻ പൂക്കോട്ടൂർ തുടങ്ങി. അപ്പോൾ ഇവർക്കെല്ലാം അത് കഴിയുമെങ്കിൽ, എനിക്ക് ആ പരിമിതി ഉണ്ട് എന്ന് പറയുന്നത്, എത്ര പരിമിതികളും എത്ര സെന്റി അടിച്ചിരിക്കുന്ന ആളാണെങ്കിലും അത് വെറും ഒഴിവ് കഴിവ് മാത്രമാണ്. ഉള്ള കഴിവുകൾ സടകുടഞ്ഞിറങ്ങി അതങ്ങോട്ട് ഉപയോഗിച്ചാൽ ഏത് ലക്ഷ്യവും നേടുവാൻ നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും. എക്സ്ക്യൂസുകൾ, ഒഴിവ് കഴിവുകൾ, ന്യായവാദങ്ങൾ, ആ പരിമിതിയുണ്ട്, ഈ പരിമിതിയുണ്ട്, ആ തടസ്സമുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നുള്ള ആ ന്യായവാദങ്ങളാണ് ഇന്നത്തെ കാലത്തെ ആ 90% പരാജിതരും സ്വയം ഏറ്റുവാങ്ങി വെച്ചിരിക്കുന്ന ആ സ്വന്തം ശേഷികളെ, ഉള്ള ശേഷികളെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന കാഴ്ച ബംഗ്ലാവ്, മൃഗശാല. അതിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങൾക്ക് ഉള്ള ശേഷികൾ ഒന്ന് പ്രയോഗിച്ചു നോക്കൂ. ഏത് ലക്ഷ്യങ്ങളും അത്ഭുതകരമായി നേടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ലൈക്ക് ചെയ്യാനും
നിങ്ങളുടെ ഹൈപ്പ് പോയിന്റുകൾ നൽകാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക്